കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും അധികാരങ്ങൾ കുറച്ചുകൊണ്ട് സർക്കാരിന്റെ നിയന്ത്രണം ശക്തമാക്കുന്ന ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. വഖഫ് സ്വത്താണെന്ന് സംശയിക്കുന്ന ബിൽ സർവേ നടത്താനുള്ള അധികാരം കളക്ടർക്ക് നൽകുകയും ബോർഡുകളിൽ മുസ്ലിം ഇതരയെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ 44 ഭേദഗതികൾ അടങ്ങുന്ന ബിൽ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആണ് അവതരിപ്പിക്കുന്നത്. ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസ് അറിയിച്ചിട്ടുമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിടണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. മാത്രമല്ല, ഇന്നിത് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഉപദേശക സമിതി യോഗത്തിൽ ഈ ബിൽ സ്വീകരിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഒരു മുസ്ലിം സംഘടനയുടെയും അഭ്യർത്ഥന കൂടാതെയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമാണ്. ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നുവെന്നാണ് സ്പീക്കറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പറഞ്ഞത്. ഇത് ന്യൂനപക്ഷ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിടണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ബില്ലിനെ എതിർക്കുമെന്ന് സമാജ്വാദി പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്. ബില്ലിൽ കേന്ദ്ര സർക്കാർ വരുത്തുന്ന പ്രധാന ഭേദഗതികൾ: ഒരു വസ്തുവിനെ വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ 40-ാം വകുപ്പ് ഒഴിവാക്കി. 5 വർഷമെങ്കിലും ഇസ്ലാം വിശ്വസിക്കാമായിരുന്ന വ്യക്തി നൽകുന്നതേ ഇനി വഖഫ് സ്വത്താകൂ. നിലവിൽ മുസ്ലിം ഇതരർക്കും വഖഫ് നൽകാം. രേഖാമൂലമുള്ള കരാർ മാത്രമേ വഖഫ് ഉണ്ടാക്കാനാകൂ. നിലവിൽ ഡീഡ് ഒഴിവാക്കിയോ വാക്കാലോ ദീർഘകാലമായുള്ള ഉപയോഗത്തിലൂടെ വഖഫ് ആയിരിക്കുമെന്നും വഖഫ് സ്വത്താണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സർവേ കമ്മീഷണറിൽ നിന്ന് ജില്ലാ കളക്ടറിലേക്ക് കൈമാറി. വഖഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗക്കാരെയും മുസ്ലിം വനിതകരെയും ഉൾപ്പെടുത്തുന്നു. വഖഫ് നിയമത്തിന്റെ പേര് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് എന്നാണ്. ശാക്തീകരണ കാര്യക്ഷമത വികസന നിയമം എന്നാകും. മക്കളുടെ പേരിൽ സ്വത്തുക്കൾ വഖഫ് ആകുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ആരുടെയും പിന്തുടർച്ചാ അവകാശം ഇല്ലാതാക്കാൻ സാധിക്കും. വഖഫ് രജിസ്ട്രേഷൻ പോർട്ടൽ വഴി മുഴുവൻ വിവരങ്ങളും പോർട്ടലിൽ ഫയൽ ചെയ്യാനും സാധിക്കും.